ഹലാൽ ചിക്കന് ബദലായി മഹാരാഷ്ട്രയിൽ മൽഹാർ സർട്ടിഫിക്കറ്റ് അവതരിപ്പിച്ച ഫിഷറീസ് മന്ത്രി നിതീഷ് റാണെ ഹിന്ദുക്കളുടെ രീതിയിൽ ഇറച്ചി വെട്ടുന്ന ഇറച്ചിക്കടകൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകുക. ഇതിനായി ഒരു വെബ്സൈറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. നീക്കത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നു. കഴിക്കുന്ന ചിക്കൻ ഹലാലാണോ മലാറാണോ എന്നൊന്നും ചിന്തിക്കാത്തവരാണ് ഞാനടക്കം ഭൂരിഭാഗം പേരും. രുചിക്കപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല. പക്ഷേ ഇനി അത് അങ്ങനെ പോരുന്ന മട്ടിലാണ് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് മന്ത്രി നിതീഷ് റാണയുടെ പുതിയ നീക്കം. നിതീഷ് റാണെ ഇന്നലെ പുറത്തിറക്കിയ വെബ്സൈറ്റിൽ എന്താണ് മൽഹാർ സർട്ടിഫിക്കറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരം: ഹിന്ദു ആചാരപ്രകാരം വെട്ടുന്ന ഇറച്ചിക്കടകൾക്കാണ് മൽഹാർ സർട്ടിഫിക്കറ്റ് നൽകുക. വൃത്തിയുള്ളതും ഉമിനീർ കലരാത്തതും മറ്റു മാംസങ്ങളൊന്നും ഇല്ലാത്തതുമായ ഇറച്ചി ഹിന്ദുക്കളായിരിക്കണം കട നടത്തേണ്ടത്. മുംബൈയിൽ ഏതാണ്ട് 90% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഇറച്ചിക്കട നടത്തുന്നത്. വെബ്സൈറ്റിൽ ഏതാണ്ട് 20ഓളം കടകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പൂനെയിൽ നിന്നാണ്. കേരളത്തെ പാകിസ്ഥാനോട് ഉപമിച്ച നേതാവാണ് നിതീഷ് റാണെ. അദ്ദേഹം നടത്തിയ വർഗീയ പരാമർശങ്ങൾ വേറെയുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഹിന്ദുക്കളോട് അദ്ദേഹം നടത്തിയ ആഹ്വാനത്തിന് കാര്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല. അദ്ദേഹം മന്ത്രിയായി എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അടക്കം ഇടപെടൽ നടത്തണം. സ്ഥിരമായി വിവാദം, മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതി മാത്രമാണോ എന്നുള്ളത് നോക്കണം. BJPയെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ സ്വയം ബോധ്യം വന്നിട്ടില്ല ഞാനൊരു മന്ത്രിയാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി തന്നെ ഇടപെടൽ ഇദ്ദേഹത്തിനിടെ നടത്തണം. ഭക്ഷണകാര്യത്തിൽ മതപരമായ ഭിന്നിപ്പിനുള്ള സർക്കാർ ശ്രമമാണോ ഇതെന്ന് NCP ശരത് പവാർ വിഭാഗം ചോദിക്കുന്നു. എന്നാൽ ഭരണമുന്നണിയിലുള്ള NCP ഇത് സർക്കാർ തീരുമാനമല്ലെന്നും സ്വന്തം നിലയ്ക്ക് നിതീഷ് തുടങ്ങിയതാണെന്നും വിശദീകരിക്കുന്നു. ശിവസേന ഷിൻഡെ വിഭാഗവും BJPയിലെ ചില നേതാക്കളും സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലും എന്തു വാങ്ങണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹലാലായാലും മലാറായാലും കഴിക്കുന്ന ചിക്കനും മട്ടനുമൊക്കെ ഗുണമേന്മയുള്ളതായിരിക്കണം എന്നതേ നമുക്ക് നിർബന്ധമുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ മതങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയായി മാറരുത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പക്ഷെ അങ്ങനെ ഒരു സൂത്രപ്പണി പോലെ തന്നെ ഉണ്ടല്ലോ. അല്ലാണ്ട് ഇതിന്റെ ആവശ്യം എന്താണ്? അത് മോശം ആയി പോയി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിപ്പോ എന്താണ് ഹിന്ദുക്കള് വെട്ടുന്ന രീതി, അതെന്ത് രീതിയല്ല. നമുക്കിപ്പോ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഇപ്പോൾ ഒരു ദുരന്തം വന്നാലോ അല്ലെങ്കിൽ ഈ സൂര്യാതപം എന്ന് പറയുന്ന കാര്യമോ അപകടങ്ങളും ഇങ്ങനെയുള്ള കാര്യമൊന്നും ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ അതോ സമ്പന്നനാണോ ദരിദ്രനാണോ ഒന്നും ചോദിച്ചിട്ടല്ല വരുന്നത്. ഒരു ഭൂകമ്പമോ ഒരു മണ്ണൊലിപ്പോ ഒക്കെ ഉണ്ടായാൽ മതി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ, എനിക്ക് ചിക്കൻ വേണം, ബീഫും വേണം. ഓക്കെ, എല്ലാം തന്നിരിക്കും, എല്ലാം തന്നിരിക്കും. അതിന്റെ ഒരു വിഷമമായിരുന്നു ഇതുവരെ. അപ്പൊ എന്താ സന്തോഷം.